എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഫാരിയായ സേരെശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരെശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ യഹൂദ വംശക്കാരനെങ്കിൽ, അവൻ സത്യദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയെങ്കിൽ, അവൻ ജീവനുള്ള ദൈവസന്നിധി മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെങ്കിൽ നീ ജയിക്കില്ല. ദൈവ പൈതലേ, ഈ നല്ല പകൽ നിങ്ങളോട് പറയാം, ആരെല്ലാം നിങ്ങളെ ഏതെല്ലാം നിലവാരത്തിൽ നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കി നിങ്ങൾക്കെതിരെ നേർച്ചകളും കാഴ്ചകളും കൂദാശകളും കർമ്മങ്ങളും നടത്തി നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഒതുക്കി കെട്ടുമെന്നും ദേശത്ത് നീ ഉയരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റു വന്നാലും, ദേശത്തുള്ള സകലരെ നിനക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് നീ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനായ കർത്താവാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പരാജയപ്പെടുകയില്ല, നിങ്ങൾ ജയിച്ചു പുറത്തു വരും. നീ ദൈവത്തോടും ദൈവം നിന്നോടും കൂടെ ഇരുന്നാൽ സകലത്തിലും നീ ജയിച്ചു പുറത്തു വരും. ഒരു ശത്രു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാലും അവയെ നീ ജയിക്കും. നീ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരെല്ലാം നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും വാടകോരിയാലും അവർ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. നീ ജയിച്ചു പുറത്തു വരും. വ്യക്തമായി പറയട്ടെ, അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, സർവശക്തനായ ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായിക്കൊണ്ട് അവൻ എന്റെ രക്ഷകനെന്ന് ഏറ്റു പറഞ്ഞ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന് പറഞ്ഞ് ദൈവപാദത്തിൽ മുഴങ്കാലും അടക്കുവാൻ നീ തയ്യാറായാലുണ്ടല്ലോ, ഒരനർത്ഥവും അനുഭവിക്കാതെ നിന്റെ നിത്യതയോളം സ്വർഗ്ഗത്തിലെയോ നിന്റെ നടത്തും കുഞ്ഞിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, നിന്റെ നിലവിളിയുണ്ടല്ലോ, നിന്റെ കണ്ണീരുണ്ടല്ലോ, അതിന് മറികടന്ന് പോകുന്നതല്ല എന്റെ കർത്താവ്. നിന്റെ വലിപ്പം നിന്റെ കുടുംബമാകാൻ നോക്കിയിട്ടല്ല നിന്റെ സ്വർഗ്ഗം വിളിച്ചത്. ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ, ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ നിന്നെ ദോഷനാക്കി മാറ്റിയത് സർവശക്തനായ ദൈവം ശ്രേഷ്ഠനാക്കി ഉയർത്തണം. അങ്ങനെയെങ്കിൽ നിന്റെ വിശ്വാസം പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിക്കണം. ആരെല്ലാം ഏതെല്ലാം നിലവാരത്തിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു വാദിച്ചെഴുന്നേറ്റു വന്നാലും നിന്റെ കർത്താവ് നിന്നെ തകർക്കാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തല ഉയർത്തി മാനിക്കും. നിന്റെ സന്തതി ഒരനുഗ്രഹമായി മാറും. ഇന്നൊരു പക്ഷെ നിനക്ക് തോന്നാം, എന്റെ കുഞ്ഞിന് നല്ല ഭാവി ഉണ്ടാകുന്നു എന്നാണെന്ന്, എന്റെ കൂട്ടലെ രോഗം എപ്പോ മാറുമെന്ന്, എന്റെ ഭവനത്തിനകത്തെ ശൂന്യതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടണം മക്കളെ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ അതിമഹത്തായ പ്രതിഫലമാണ് നിനക്ക്. അതുകൊണ്ട് നീ ഒരിക്കലും ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇപ്പോൾ നീ തലകുനിച്ച് നിൽക്കുന്നെങ്കിൽ പിന്നത്തെ ശത്രുവിന്റെ തല തകരും, നിന്റെ തല ഉയർന്നിരിക്കും. അതുകൊണ്ട് എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചോളാം. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടാൻ നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 32-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെങ്കിൽ കുഞ്ഞെ, നീ തോൽക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ മൂലം നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ മൂലം നിന്റെ കുടുംബം ഉയർത്തപ്പെടും. നീ മൂലം ദേശം വിടുവിക്കപ്പെടും. നിന്റെ നിലവിളി സ്വർഗത്തിലെത്തുമ്പോൾ ദേശത്ത് ശത്രു കൊടുക്കുന്ന തന്ത്രങ്ങളെ സ്വർഗം തകർത്ത് നിനക്ക് നിന്റെ മക്കൾക്ക് ജയം തരും. നീ ദേശത്തിനൊരു അനുഗ്രഹമായി മാറും. ദാവീദ് ശൗലിനോട് ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട. സ്തോത്രം. വായിച്ചോ. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. നോക്ക്, വ്യക്തമായി തിരിച്ചറിയണം. സേരസ് ഹാമാനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? അവൻ പ്രാർത്ഥിക്കുന്നവനെങ്കിൽ, അവൻ സൈന്യങ്ങളുടെ ദൈവമായി യഹോവയിൽ ആശ്രയിക്കുന്നവനെങ്കിൽ, അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വണങ്ങുന്നവനെങ്കിൽ, ഹാമാനെ
നിന്റെ അധികാരം അവന്റെ മുമ്പിൽ അടിയറ വയ്ക്കേണ്ടി വരും. നിന്റെ മഹത്വം അത് നിന്നിൽ നിന്ന് പോയി പോകും. നിന്റെ അഹങ്കാര മനോഭാവത്തിൽ നീ പരാജയപ്പെടും. 40 രാവ് സ്വത്രം പകലും രാവും ഒരുപോലെ നിന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് ദൈവജനത്തെയും ദൈവജനത്തിന്റെ ദൈവത്തെയും നിന്ദിച്ചുകൊണ്ട് നോക്ക്, ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വാടാ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ സ്തോത്രം, ദൈവം തിരഞ്ഞെടുത്ത ശൗല് പേടിച്ചു വിറച്ച് കൊട്ടാരത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുക. അവന്റെ പടനായകന്മാർ സ്തോത്രം ഭയന്ന് വിറച്ച് മലകളിലും ഗുഹകളിലും ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദാവീദ് അപ്പൻ കൊടുത്തു വിട്ട ആഹാരം തന്റെ കൂടപ്പുറപ്പുകൾക്ക് കൊടുക്കുവാനായി വരുമ്പോൾ അവന്റെ കാതുകളിൽ കെട്ടി ഒരു ശബ്ദം, ഇസ്രായേലിന്റെ ദൈവത്തെ, താൻ സേവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന ഒരു ഫലിസ്തീന്റെ നിന്ദാവാക്ക. ആത്മാവുള്ളവന്റെ അകത്തെ അവനത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ പൈതലിനെ ആരെങ്കിലും നിന്ദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ മിണ്ടാതെ പോകും, പക്ഷെ ദൈവം പ്രതികരിക്കും. കുഞ്ഞ്, നിന്റെ വില നിനക്കറിയത്തില്ല, പക്ഷെ നിന്റെ വില മുഴുവത്തെക്കാൾ വലിയതാണെന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നെങ്കിൽ ആ വിലയുള്ള നീ ലോകത്തിന് മുമ്പിൽ ഒരു ഭോജനാകത്തില്ല. ലോകക്കാരുടെ മുമ്പിൽ തലകുനിച്ച് എല്ലാ കാലത്തും നടക്കാൻ ദൈവം വിടത്തില്ല. നീയും നിന്റെ സന്തതിയും ദേശം പിടിച്ചടക്കുന്ന അനുഭവത്തിലേക്ക് സ്വർഗം കൊണ്ടുവരും. ഇന്നൊരു പക്ഷെ നീ ഇല്ലെന്ന് തോന്നാം, ഇല്ല നിന്നെ കൊണ്ട് ഒന്നും കഴിയത്തിൽ തോന്നാം, പക്ഷെ കർത്താവ് പറയുന്നു, മോനെ, നിന്നിലൂടെ ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. കേട്ട ദാവീദ് വട്ടമൊന്ന് കറങ്ങി നോക്കി. എടാ, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഈ ഫെലിസ്ത്യനെ ഇല്ലാതാക്കാൻ ഇവിടെ ഒരുത്തനുമില്ലയോ? ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഇല്ലാതായെന്നറിയാമോ? ലോകമോഹം അകത്ത് കയറി. ലോകത്തിന്റെ പാപം അവനെ അകത്ത് വസിക്കാൻ തുടങ്ങി. ദൈവത്തെ മറന്ന് ലോകത്തിന് നന്മയുടെ പുറകെ ഓടാൻ തുടങ്ങി. ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി. നോക്ക്, അപ്പന്റെ കഴുതയെ അന്വേഷിച്ചു പോയ ഒരു കഴുതയെ ഇസ്രായേലിന്റെ രാജാവാക്കി ദൈവം. അവന്റെ പേരാ ശൗല്. സ്വത്രം, അവനെ ബുദ്ധിയുള്ളവനാക്കി സ്വർഗത്തിലേവാക്കി വെച്ചിട്ട് അവനെ ബുദ്ധി കൊടുത്ത, അവനെ അനുഗ്രഹിച്ച, അവനെ അവനാക്കി തീർത്ത് ഇസ്രായേലിന്റെ പരമോന്നത പദവിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ തുടങ്ങി. സ്വത്രം, ദൈവം പറഞ്ഞു, മോനെ, നീ രാജ്യം പിടിച്ചടക്കാൻ പോകുമ്പോൾ അവിടെ എല്ലാത്തിനും നശിപ്പിച്ചേക്കണം. സ്വത്രം. പക്ഷേ ശൗലെന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന മിസ്രൈമിലുള്ള സകല മേത്തരമായ മൃഗങ്ങളെയും കൊള്ളാവുന്ന വസ്തുക്കളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുവന്ന് എവിടെ വെച്ചു? തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടാക്കി. സ്വത്രം. പ്രവാചകൻ വന്നപ്പോൾ സ്വത്രം എന്തോ കേട്ടു? കാളയുടെ മുക്കറയൊക്കെ കേട്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താടാ കുഞ്ഞേ, നിന്റെ കൊട്ടാരത്തിനകത്ത് ഇതൊക്കെ കേൾക്കുന്നത്? പുറത്തെന്താടാ ഈ കാണുന്നതൊക്കെ? സ്വത്രം. അവനും പറഞ്ഞെന്തുവാ? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നതാ. നമ്മുടെ ഒരു തോന്നലുണ്ട്, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതും കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ദൈവം. ഇല്ല. കാശ് കൊടുത്ത്, മെഴുകുതിരിത്തുണ്ട് കൊടുത്ത്, വെടിവെച്ച്, പടക്കം വെച്ച്, റാസ നടത്തി, കഥനാവടി ഒളിച്ച്, സ്വത്രം എന്തിനു പറഞ്ഞ് കുരിശും ചുമന്നിട്ട് റോഡിൽ കൂടെ നടന്ന ദൈവം പ്രവർത്തിക്കുന്ന ഇല്ല. അതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു പ്രകടനമോ പ്രകസനമാണ്. സ്വത്രം. ദൈവം നിന്റെ കുരിശുതൊട്ടിക്കകത്തോ നിന്റെ പള്ളിക്കകത്തോ ഇരുന്നവനല്ല, നിന്റെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യുന്നവനാണ്. ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവനാ. അവനെ പുറത്തു കൊണ്ടുവന്ന ആലുവരെ മുമ്പേ പരസ്യക്കോലമാക്കുന്നത് ദൈവം നിന്നെ പ്രസാദിക്കത്തില്ല. നമ്മുടെ എല്ലാ വർഷവും കാണുന്ന ഒരു കാര്യമാണ്, അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങള് കുരിശുമെടുത്തുകൊണ്ടവരുടെ കുരിശിന്റെ വഴി എന്ന് പറഞ്ഞ് നടന്നു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ കുരിശു ചുമക്കുന്ന ഇവന്റെ ജീവിതം ഒന്ന് പഠിക്കണം. ആ ചുമന്ന വിഷമം തീർക്കാൻ വേണ്ടി വൈകുന്നേരത്തെ ബാറിൽ കാണും. സ്വത്രം. ഇല്ലെങ്കിൽ കള്ളുകളെ കാണും, ഇല്ല അവന്റെ വീടിന്റെ സൈഡിൽ കുപ്പിയായിട്ടിരിക്കുന്നതാണ്.
അവന് കുരിശ് ചുമന്ന് റോഡിൽ കൂടെ കടന്നു. സ്വത്രം. ഇത് ചുമന്ന പുണ്യമാണെന്നാ പറയുന്നത്. പക്ഷെ ബൈബിള് പഠിപ്പിക്കുന്നതേ ആ കുരിശ് ചുമക്കുന്നത് ശാപമാണെന്ന്. ബൈബിള് വായിച്ചാൽ മനസ്സിലാവും. ശപിക്കപ്പെട്ടവനാ കുരിശ് ചുമന്നത്. യഹൂദന്റെ പ്രമാണം അനുസരിച്ച് കുരിശ് ശാപത്തിന്റെ ചിഹ്നമാണ്. അത് നീ തൂക്കിയിട്ടോണ്ട് നടന്ന നീ അനുഗ്രഹിക്കപ്പെടൂ. ഇത് ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറഞ്ഞതാ. നമ്മളിതും തൂക്കിക്കൊണ്ട് നടക്കുന്നത്. പണ്ട് കാതറെന്ന് പറഞ്ഞ ഒരുത്തൻ അത്തമ്പത്തിന് പൊന്നോണെന്ന് പറഞ്ഞ നാടകം ഞാൻ പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ അതിനകത്ത് ഒരു കാതർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അഭിനയിക്കുന്നുണ്ട്. ഒരു മേരിക്കുട്ടിയും ഒരു യോനാച്ചനും ഉണ്ട്. ഈ കാതർ ആ വീട്ടിൽ നിത്യ സന്ദർശകനാണ്. അപ്പൊ കാതർ ചോദിക്കുന്നുണ്ട്, അന്നമ്മച്ചെടുത്തി അല്ല മേരിക്കുട്ടിച്ചെടുത്തി നാളെ പിന്നെ ക്രിസ്തുമസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ, വല്ലതൊക്കെ തിന്നാൻ കിട്ടുമോ? മോനെ പോത്തർശിയുണ്ട്, കാളപ്പരിശനുണ്ട്, അതുപോലെ തന്നെ നല്ല വിഭവം ഒരുക്കൊണ്ട് മൂന്നാളെ വരണേ. അവൻ വന്ന് ചോറെല്ലാം തിന്നിട്ട് അവൻ കൈ കഴുകി ഏമ്പക്കം വിട്ടിട്ട് ചോദിച്ചു, ചേട്ടത്തി ഏതായാലും ക്രിസ്തു ജനിച്ച ദിവസമല്ലേ, ചേട്ടത്തി എന്തിനാ ചേട്ടത്തി ഈ കുരിശ് കെട്ടിത്തൂക്കിയിട്ടാണ് നടക്കുന്നത്? സ്വന്തം എടാ കാതറേ, നിനക്ക് ഇന്നുവരെ അറിയത്തില്ലയോ, ഞങ്ങളുടെ പൊന്നുതമ്പുരാനായ യേശു അപ്പച്ചൻ ഈ കുരിശിലാ തൂങ്ങിയത്. അതിന്റെ ഓർമ്മയ്ക്കാടാ കുഞ്ഞെ. അപ്പൊ കാതെടുത്തവൻ ചോദിച്ചു, യേശു കട്ടിലിൽ കിടന്നാ ചത്തയെങ്കിൽ? സ്വന്തം ചേട്ടത്തി കട്ടിൽ തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നോ? അവന് ബോധമുണ്ടായിട്ടും ഈ ചേട്ടത്തിക്ക് ബോധം വന്നില്ലല്ലോ. സ്വന്തം അതിന്റെ കാരണം ഈ പുത്തം അലമാരിക്കകത്തല്ലേ ഇരിക്കുന്നത്, ഇത് ചുമന്നിട്ടില്ലല്ലോ, ഈ പുത്തകം വായിച്ചിട്ടില്ലല്ലോ, ഈ പുത്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാവത്തില്ലല്ലോ. മനസ്സിലാക്കി നിങ്ങൾ ഓർത്ത് നന്ദി പറയുക. നിങ്ങൾ ദൈവത്തിന് മഹത്വമുള്ളവരാ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തോറ്റുപോകത്തില്ല. ശൗലേ, നിന്റെ കൊട്ടാരത്തിനകത്ത് കാളയുടെ മുക്കള കേൾക്കുന്ന എന്താ? ദൈവത്തിന് യാഗമായി സമർപ്പിക്കാൻ കൊണ്ടുവന്നതാ. മോനെ, ദൈവം നിന്നെ തള്ളിയടാ. ദൈവത്തിന് സന്നിധി ദൈവം പറയാത്തത് നീ കാണിച്ചതുകൊണ്ട് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞടാ. അപ്പൊ മോന് ശൗലിന് എന്തോ തോന്നുന്നറിയാമോ? ദേഷ്യമാ വന്നത്. സ്വന്തം ആരോട്? ദൂത് പറഞ്ഞ പ്രവാചകനോടും തള്ളിയ ദൈവത്തോടും. സ്വന്തം തള്ളിയ ദൈവത്തോടും ദൂത് പറഞ്ഞ പ്രവാചകനോടും ശൗലിന് ദേഷ്യം വന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് സ്വത്രം ദേശത്ത് ആര് വന്നത്? മലനായ ഗോലിയാത്ത് വന്നത്. സ്വത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ എപ്പോ ദൈവകൃപയിൽ നിന്ന് മാറുന്നു ആ സമയത്ത് ദേശത്തെ വാഴുന്ന പിശാച് നിന്നെ കടന്നു പിടിക്കും. പിന്നീട് നീ ചെയ്യുന്ന പലതും ദൈവത്തിന് ഹിതമാണെന്ന് നിനക്ക് തോന്നും, പക്ഷെ നിന്നോട് വ്യാപരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് ആ പിശാചിന് ഇടം കൊടുക്കാതെ ദൈവത്തിന് മഹത്വമായി നിന്റെ ദേഹം ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രു നിന്നെ പരാജയപ്പെടുത്തത്തില്ല. പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം പോയത് കൊണ്ട് ശൗല് കൊട്ടാരത്തിനകത്ത് കയറി അറയ്ക്കകത്തൊളിച്ചു. ആത്മാവുള്ളവൻ വന്നിട്ട് ചോദിക്കുന്ന, ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുന്ന കേട്ടിട്ട് ഒരുത്തനുമില്ലയോടാ അവന് തന്നെ ഒന്ന് യുദ്ധം ചെയ്ത് അവനെ ഇല്ലാതാക്കാൻ? ആരെയും കണ്ടില്ല. ഒരുപക്ഷെ ഒരു വഴിപോക്കനായിരിക്കാം, ഇല്ലെങ്കിൽ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഒരുത്തനായിരിക്കാം. അവന്റെ വാക്ക് കേട്ടപ്പോ നേരെ വിളിച്ച് എവിടെ കൊണ്ടുപോയി? രാജാവിന്റെ അടുക്ക കൊണ്ടുപോയിട്ട് രാജാവ് അറയ്ക്കകത്തന്ന് തല വെളിയിലോട്ടിട്ട് നോക്കിപ്പം നേണ്ടര ഒരു കൊച്ചു ചെറുക്കം വന്ന് നിൽക്കുന്നു. സ്വത്തരം, എന്നടാ കുഞ്ഞെ നീ ഇവിടെ വന്നത്? രാജാവേ, ഇതൊന്നും കേട്ടിട്ട് രാജാവിനൊന്നും തോന്നുന്നില്ലേ? ഇവൻ നമ്മുടെ ദൈവത്തെ നിന്ദിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് എന്തേ രാജാവേ? അയ്യോടാ മോനെ, അവൻ ബാല്യം മുതലേ സ്വത്രം. നമ്മളെ നോക്കുന്ന ഇതാ, നമ്മളെ പോലല്ല. അവര് ഭയങ്കര ബലമുള്ളവരാ, അവര് ഭയങ്കര കൂട്ടമുള്ളവരാ, അവര് വലിയ ആലയത്തിന്റെ ആൾക്കാർ, അവര് ദേശത്തെ പ്രമാണിമാരാ, അവര് കലശാലികളാ. പണ്ട് ഇസ്രായേലിനെ പിന്നെ മെരിക്കോ പട്ടണം പിടിച്ചടക്കാൻ പോയപ്പം യോശുവയും കാലേബും മാത്രം പറഞ്ഞു ദൈവം നമ്മുടെ കൂടെ ജയിക്കാമെന്ന്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന 10 പേര് പറഞ്ഞു പറ്റത്തില്ല. ശൗലും പറഞ്ഞു പറ്റത്തില്ല.
അവൻ ബാല്യം മുതലേ യുദ്ധം അഭ്യസിച്ച യോദ്ധാവാ. എടാ കുഞ്ഞൻ, നിന്നെ യുദ്ധം അഭ്യസിപ്പിച്ച സ്വർഗത്തിലെ ദൈവമല്ലേ? ഈ രാജ്യഭാരം നിന്നെ ഏൽപ്പിച്ച സ്വർഗത്തിലെ ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ദൈവം നിന്നെ ഇത്രത്തോളം സംരക്ഷിച്ചെങ്കിൽ ഇനിയും സംരക്ഷിക്കും. എന്തുകൊണ്ട് നീ ഉറയ്ക്കുന്നില്ല? എന്റെ ദൈവത്തെ മതിൽ ചാടി കിടക്കും. നീ വായിച്ച വേദഭാഗമില്ലേ കുഞ്ഞെ? പിന്നെ എന്തിനാ പേടിച്ചവൻ ഇറങ്ങിപ്പോയി ചെയ്യണം? അവനെ പോയോ? ഇല്ല. ദാവീദ് പറഞ്ഞു, ഞാൻ അവനെ കൊല്ലാം. എന്താ വായിച്ചത്? ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. നിങ്ങൾ പേടിക്കണ്ട. സ്വത്രം, ഇവൻ ഒന്നും ചെയ്യത്തില്ല. സ്വത്രം വായിച്ചോ. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. സ്വത്രം, ഈ ആളിനെ കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പറയത്തില്ലേ ആ പാസ്റ്ററോ അങ്ങനെ വരുന്ന വണ്ടി ഒന്ന് കാണണം, അങ്ങനെ കൊടവണ്ടി ഒന്ന് കാണണം, അവിടെ സഭയിലെ വിശ്വാസിയുടെ എണ്ണം ഒന്ന് കാണണം. മാത്രം ഇല്ലേ? നമ്മൾ എത്ര പേരുണ്ട്? 4, 3, 2 പേര്. മാത്രം. നമ്മുടെ പള്ളിയോ 2 ഓലക്കീറും 2 ഉണക്ക ഷീറ്റും വെച്ചിട്ട് 4 പേരും. അവനോ, അവന്റെ പള്ളിയോ, അവിടുത്തെ ആൾക്കാരോ സ്വത്രം. നമ്മുടെ നോട്ടം എവിടെയായിരിക്കും? ലോകത്തിൽ. പക്ഷെ ദാവീദ് നോക്കിയത് ലോകത്തെ അല്ല, അവിടെ നിൽക്കുന്ന പടജനത്തെ അല്ല, അവന്റെ പിന്നിൽ എത്ര ബലമുണ്ടെന്നല്ല, അവന്റെ പിന്നിൽ എത്ര കാൽപ്പഴക്കത്തിന് യുദ്ധ സാമർഥ്യം ഉണ്ടെന്നല്ല, എന്റെ പിന്നിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വം അവൻ നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന്റെ മകനാണ്. ആരുടെ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പുത്രനാണ് ഞാൻ. അതുകൊണ്ട് ഒരു ശത്രുവും എന്നെ ജയിക്കത്തില്ല. വായിച്ചോ. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അവൻ യോദ്ധാവായിക്കൊള്ളട്ടെ, അവൻ പടത്തലവനായിക്കൊള്ളട്ടെ, അവൻ എന്തെല്ലാം യുദ്ധം അഭ്യസിച്ചു കൊള്ളട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ബാലനാ. രാജാവേ, ഞാനിവിടെ നോക്കി ഒരുത്തനെയും കണ്ടില്ല അവനെ നേരിടാൻ. പക്ഷെ എനിക്ക് ധൈര്യമുണ്ട്. അവന്റെ കഴുത്തറത്തിയ രാജാവിനെ കൈ കൊടുത്തരാ. എനിക്ക് അങ്ങ് അനുവാദം തന്നാൽ മതി. അതാ നിയമത്തിന് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവൻ, തലയായിരിക്കുന്നവൻ അനുവാദം ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? പാസ്റ്റേ, ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ, എന്നെ പോവുക. ഇന്ന് വരെ ഞാൻ പറഞ്ഞ മക്കളെ പോവില്ലെന്ന്, കുഞ്ഞെ പോവില്ലെന്ന്, സഹോദര പോവില്ല, സഹോദരി പോലെ പോ. അവിടെ പോയി കൂട്ടായ്മ ആചരിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവരുടെ കൂടെ പിന്നെ ആഹാരം കഴിച്ച് സന്തോഷത്തോടെ വാദം ഞാൻ പറയത്തുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ദൈവം നമ്മെ അയച്ചില്ലെങ്കിൽ നാം എങ്ങനെ പോകും? അങ്ങനെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് അവരെ തടയാൻ എന്ത് അവകാശം? എന്നെ മനസ്സിലായി പറ. സർവശക്തനായ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ആരുടെ മുമ്പിൽ അടിമയാക്കാനല്ല, സകലത്തിന് ഉടമയാക്കാന്. അങ്ങനെയാണെങ്കിൽ നിന്നെ അടിമയാക്കി വെക്കുന്നവരോട് ഗുഡ് ബൈ പറയണം. സ്വന്തം മനസ്സിലായില്ല? സ്വന്തം ദൈവിക ആരാധനയ്ക്ക് പോകരുതെന്ന് ആരെങ്കിലും പറഞ്ഞ് അവരുടെ ഗുഡ് ബൈ പറയണം. അവൻ വലിയ എത്ര പ്രവാചകനായാലും, അവൻ വലിയ പാസ്റ്റർ ആയാലും, അവൻ വലിയ പുരോഹിതനായാലും, പോവ് പുള്ളിക്കാരാ, ഞങ്ങൾക്ക് ദൈവത്തെ വേണം, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു പറയുന്നു. അങ്ങനെ ചങ്കൂർന്ന് പറഞ്ഞാൽ ദൈവം കൂടെ നിൽക്കും. സ്വന്തം ഞാൻ പോകാം, എനിക്ക് ധൈര്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് വായിച്ചോ, സിംഹത്തിന്റെ അത്രയും ബലമൊന്നും അവനില്ലല്ലോ. ഒരിക്കലും സിംഹവും കരടിയുടെ അത്രയും ശൗര്യമൊന്നും അവനില്ലല്ലോ. അയ്യോ, പാവപ്പെട്ട ആടിനെ പിടിക്കാൻ വന്നത്. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. സ്വത്രം. ആ സിംഹത്തെയും കരടിയെയും സ്വത്രം എനിക്ക് വലിച്ചു കീറാൻ കഴിയുമെങ്കിൽ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ രാജാവേ, എന്റെ മുമ്പിൽ ഒന്നുമില്ല. രാജാവ് ഒരു അനുവാദം തന്നാ മതി. സ്വത്രം.
സഹോദര, അത് പറ്റത്തില്ല. ഞാൻ ഇവിടെ പാസ്റ്റായിട്ടിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വിട്ട് വേറെ ആരെങ്കിലും പറ്റത്തില്ല. സ്വത്രാഴ്ച ഇവിടെ കൊണ്ടുവരണം. സ്വത്രം പിന്നെ ഞാൻ ബാക്കി പറയുന്നില്ല. ഇല്ലെങ്കിൽ ദൈവം നിന്നെ കീറിക്കളയും, നിന്നെ നശിപ്പിക്കും. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുള്ളതിന്റെ പേര് ആരൊക്കെയാ ഇന്ന് സഭയ്ക്കകത്ത് കുരുങ്ങി കിടക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് സമാധാനത്തോടെങ്കിലും ഒന്ന് ആരാധിക്കാനോ ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആചരിക്കാനോ പറ്റുമോ? ഞങ്ങൾ വരത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പോകണ്ട, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളതാ ഇന്നലെ പകല് വന്നിട്ട് പറഞ്ഞത്. സ്വത്രാഴ്ച ദശാംശം കൊണ്ടുവന്നേക്കണം. പിന്നെ നീ നിന്റെ മക്കളും എങ്ങനെ പോയാലും എനിക്ക് വിഷയമല്ല. സ്വത്രം ഒരു അല്ലേലി പറയെങ്കിൽ പറ, നന്നായി ഒരു അല്ലേലി പറ. എന്റെ ദൈവം നിന്നെ സ്വതന്ത്രനാക്കിയതേ അടിമുഖത്തിൽ നിന്നാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ ക്രിസ്തു ആകുന്ന വ്യക്തി സ്വതന്ത്രനാക്കിയെങ്കിൽ നീ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം നിന്നെ വിട്ടത്. നിന്നെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും ദൈവം അവകാശം കൊടുത്തില്ല. അങ്ങനെ നിന്നെ ബന്ധിച്ചു വെച്ചേക്കുന്ന സഭയുടെ ആണിക്കലുകളൊക്കെ പുഴുതറിയണം പുറത്ത്. എന്നിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് പറയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുമെന്ന്. സ്വത്രം വായിച്ച് അതിന്റെ 17:43 കൂടെ. സ്തോത്രം. നോക്ക്, ഫെലിസ്തീനെ കൊല്ലാനായിട്ട് ഒരു വടിയും കവടിയുമായിട്ട് 5 കല്ലുമായിട്ട് സ്വത്രം നേരെ ഫെലിസ്തീന് നേരെ ചെല്ലുമ്പം ഒരു അപഹാസ്യത്തോടെ, ഒരു പരിഹാസത്തോടെ ഈ ബാലനെ കണ്ട് സ്വത്രം ഗോലിയാത്ത് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു നായോ കല്ലും കവടിയുമായിട്ട് എനിക്കെതിരെ വരുന്നത് എന്ത്? സ്വത്രം അയച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. സ്വത്രം. ചുമ്മാതല്ല അവൻ ഈ നെഹളവും അഹങ്കാരവും ഒക്കെ കാണിച്ചത്. അവന്റെ കൂടെ ആരുണ്ട്? സ്വത്രം പിശാചുണ്ട്. ജീവനില്ലാത്ത പിശാചുണ്ട്. അവൻ ഇപ്പൊ ആരുടെ മേളിൽ കയറി? ശൗലിന്റെ മേളിൽ, ഗോലിയാത്തിന്റെ മേളിൽ കയറി. ഇപ്പൊ പിശാചിന് എന്തോ വന്ന്? ജീവൻ വന്നു. മനസ്സിലായില്ല? രൂപമില്ലാത്ത ഈ പിശാച് ഒരു രൂപത്തിൽ കയറിയിട്ടാ പറഞ്ഞത്, ഞാൻ ചത്തുപോയ വല്യപ്പന, ഞാൻ തൂങ്ങിച്ചത്ത കൊച്ചപ്പന, നിന്നെയും കൊണ്ടേ പോവത്തോള്, നിന്റെ കുടുംബം നശിപ്പിച്ചേ ഞാൻ അടങ്ങത്തോള്. പറഞ്ഞാരാ? അപർണയാ. പറഞ്ഞതാരാ? അപർണയാ. പക്ഷേ അപർണ അകത്തിരിക്കുന്ന ആരാ നമുക്കറിയത്തില്ല. നമ്മളെന്താ പറയും? അപർണ പറഞ്ഞു. അവള് നശിച്ചു പോകത്തേ ഉള്ളൂ, അവള് തകർന്നു പോകത്തേ ഉള്ളൂ. അത്ര നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ദൈവകൃപ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ നിന്നെ നടത്തുന്ന ആരായിരിക്കും അറിയാമോ? പിശാച. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്. എപ്പോഴും കൃപയിൽ നിൽക്കണം, എപ്പോഴും കണ്ണുനീരിലും പ്രാർത്ഥനയിലും ആയിരിക്കണം. എന്റെ പൊന്നു പാസ്റ്ററെ, എന്തൊരു പറച്ചില്ല. എനിക്ക് വീട്ടുകാര്യമൊന്നും ചെയ്യണ്ടേ, എനിക്ക് ജോലിക്ക് പോകണ്ടേ? സ്വത്രം. അതുപോലെ തന്നെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചും ഉപവസിച്ചും വീട്ടിൽ നിന്ന് എന്റെ കൊച്ചുങ്ങളെന്തോ തിന്നും. എനിക്ക് കുളിക്കാൻ നനയ്ക്കൊന്നും വേണ്ടേ? സ്വത്രം. ഇപ്പൊ അതിനേ സമയമുള്ളൂ. സ്വത്രം. ഇപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ സമയമില്ല. ഒരു 100 കാരണം 24 മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മളിൽ പലരും പറഞ്ഞ സമയമില്ല. സ്വത്രം. അല്ലേ? സമയമില്ല. കുത്തിയിരുന്ന് മൊബൈല് മണിക്കൂറോളം കുത്തി ഇങ്ങനെ തെറ്റിച്ച് വിട്ടാലും ഒരു 10 മിനിറ്റ് ഇത് തെറ്റിക്കാൻ കരത്തിന് ബലം തന്ന ദൈവം നന്ദി എന്ന് പറയാൻ സമയമുണ്ടോ? അതാ പ്രശ്നം. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവം ഇത്രയും സമയം തന്നിട്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ബാക്കി സമയമെല്ലാം ദാവീദ് തന്റെ രാജ്യകാര്യങ്ങളും തന്റെ കുടുംബകാര്യങ്ങളും ഒക്കെ ചെയ്യുക. നമ്മളോട് ദൈവം പറയുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കരയാനാണോ പറയുന്നത്? അല്ല, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ, നിനക്ക് എപ്പോൾ സമയം കിട്ടുന്നോ ആ സമയത്ത് നീ ചോദിക്കും.
ഞാൻ തരാം. സ്വത്രം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പകൽക്കാലം നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ നന്മകളെ ഓർത്ത്, വഴിയിൽ വീണു പോയവരെ ഓർത്ത്, വീഴാതെ നിർത്തിയ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം തരണമേ, അങ്ങനെയാണോ? ഇത് പറഞ്ഞിടുന്ന മതിയോ? അത് പ്രാർത്ഥിക്കണ്ടെന്നല്ല. സ്തോത്രം. അതിനേക്കാൾ വലുതാ നിന്റെ മുമ്പിലെ പ്രശ്നങ്ങള്. ആ പ്രശ്നങ്ങളെ ദൈവം മുമ്പിൽ ഇറക്കി വെക്കാനാ പറയുന്നത്. സ്തോത്രം. ആ പ്രശ്നങ്ങളെ, ആ ആവശ്യങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ, അത് പകൽക്കാലം നടത്തിയ ദൈവത്തിന് നന്ദി പറയുക രാത്രിയുടെ യാമം. ഇപ്പൊ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് വരുമ്പോ, ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ, സ്വത്രം, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപിയായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് സമയമില്ല എന്ന് പറയുകയല്ല. സ്വത്രം. എന്ത് പറയണം? ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടെ പോരുവാൻ. സഹോദരങ്ങളെ, ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ്, ഇന്നലെ പലരും രാത്രി വീണപ്പോൾ, രോഗികളായപ്പോൾ, മരണം വഴിയെ ലോകത്തൊന്ന് പോയപ്പോൾ, എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഒരു പുതിയ പ്രഭാതം കാണുവാൻ സഹായിച്ച ദൈവമേ, അങ്ങയ്ക്ക് നന്ദിയപ്പാ. ഈ പകൽക്കാലം നടത്തുവാൻ അവിടത്തേക്ക് എന്നോട് കരുണ തോന്നണമേ. എന്റെ കുഞ്ഞുങ്ങൾ വഴിയിൽ വീഴാതെ അവർ പോയി മടങ്ങി വരുവോളം അവിടുത്തെ ചിറകിന്റെ മറവിൽ മറയ്ക്കണമെന്ന് പറയുന്ന പ്രാർത്ഥനയാ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന. എന്ന് പറഞ്ഞ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അതികാലത്തെ ഉണർന്നെഴുന്നേറ്റ് മൃഗജാലങ്ങൾ ഉണരും മുമ്പേ നിന്നെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാതം തുടങ്ങണം. വ്യക്തമായി പറയാം, നിന്നെ നീയാക്കി തീർത്തത് നിന്റെ അപ്പനല്ല കുഞ്ഞെ, നിന്റെ അമ്മയല്ല കുഞ്ഞെ, നിന്റെ കൂടപ്പുറപ്പുകളല്ല കുഞ്ഞെ, നിനക്ക് പ്രാണൻ തന്ന സർവശക്തനായ ദൈവമാ. ആ ദൈവം നിന്നോട് കരുണ കാണിച്ചത് കൊണ്ടാ ഭൂമിയുടെ മുൾപ്പരപ്പിൽ നീ ആരോഗ്യത്തോടെ, ബലത്തോടെ, സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നീ വലിച്ചു ഏന്തി മറ്റുള്ളവരെ പോലെ തപ്പിത്തടയുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമായിരുന്നു. ദീർഘക്ഷമയും മഹാദയും കരുണയുള്ള ദൈവം മറ്റുള്ളവരെ പോലെ നിനക്ക് ബലഹീനത വരുത്താതെ ഭൂമിയുടെ മുൾപ്പരപ്പിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ ശേഷിപ്പിച്ചെങ്കിൽ വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് നിന്നെ കൈവിടത്തെന്ന് പറഞ്ഞ കർത്താവ് വാഗ്ദത്തത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നീ നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറ. ഫെലിസ്ത്യനെ ഞാൻ കൊല്ലാം. ഫെലിസ്ത്യൻ പറഞ്ഞെന്തുവാ? നിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്യും? കാക്കയ്ക്കും കഴുകനും എറിഞ്ഞു കൊടുക്കും. സ്വത്രം. ദാവീദ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞൊരു വാക്ക് കേട്ടെ, നീ നിന്നിക്കുന്ന ശക്തിയോടെ പറ, നീ നിന്നിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ഇന്ന് നിന്റെ തല ഞാൻ ഛേദിക്കും. ഇത് കേട്ടപ്പോ ഈ ബാല്യം മുതൽ യുദ്ധം അഭ്യസിച്ച ഗോലിയാത്ത് മിണ്ടാതെ നിന്നോ? സ്വത്രം. പിന്നെന്ത് ചെയ്ത്? ബാലനല്ലേ, സ്വത്രം, എന്റെ കൈയുടെ നീളം പോലും ഇല്ലല്ലോ ഇവൻ. സ്വത്രം, സ്വത്രം. ഒറ്റ ചിരിയായിരുന്നു. ഇങ്ങനെ പിടിച്ചേക്കല്ലേ?
സ്വത്രം. അല്ല, അകത്തളവും പടക്കട്ടയും ചടക്കട്ടയും എല്ലാ കട്ടയും നടുക്കെട്ടും മുറുക്കെട്ടും എല്ലാം കെട്ടി വരിഞ്ഞു മുറുക്കി കണ്ണ് മാത്രം കാണത്തക്കോണം, നെറ്റി മാത്രം കാണത്തക്കോണം ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ കാച്ചു എന്ന് പറഞ്ഞ് ഒറ്റ ചിരി. ആ മേലോട്ട് പോയ താഴോട്ട് വന്നില്ല, അവൻ തന്നെ വീഴുമായിരുന്നു. കാരണം എന്റെ കൊച്ചു ചെറുക്കൻ കയ്യിലിരുന്ന ആ കല്ലെടുത്ത് യേശുവിനെ ഭാവിച്ചാൽ ഒറ്റ കയറി. സ്വത്രം. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് ആത്മാവിലായിരിക്കണം. സ്വത്രം. അത് ദൈവത്തിന്റെ കൃപയിലായിരിക്കണം, അത് അഭിഷേകത്തോടെ ആയിരിക്കണം. അഭിഷേകത്താൽ നീ ശാസിക്കുന്ന ശാസനോ പിശാചിന്റെ തല തകരും. നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുന്ന, നിന്റെ സന്തോഷത്തെ തല്ലിക്കുന്ന പിശാചിന്റെ ഭവനം വിട്ട് പുറത്തു. സ്വന്തം അതിന് അഭിഷേകത്തോടെ നീ പറയണം. യേശുനാമത്തിൽ ഭാവിശാചം എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിന്റെ മണ്ഡലമായാലും, ഏത് ശാപത്തിന്റെ കെട്ടുകളായാലും, ഏത് കണ്ണുനീരിന്റെ അനുഭവമായാലും വിട്ടുപോകും സഹോദരങ്ങളെ. നീ നിന്റെ ഇന്നലകളെ ഒന്നും നോക്കണ്ട. ഇപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥ ഞാനിങ്ങനെ വ്യക്തമായി പറയാം. നീ നടന്നു പോകുന്ന വഴിയിൽ നിന്റെ കൂടപ്പുറപ്പിന് ഒരു വേദന വരുമ്പോ, ഇവിടെ നിൽക്കും മക്കളെ, ഇവിടെ ഇരിക്കും മക്കളെ, ഞാൻ പോയി പാസ്റ്ററെ വിളിച്ചോണ്ട് വരാമെന്നല്ല പറയേണ്ടത്. നീ എന്റെ ദൈവമാണ്. ഇപ്പോൾ ഇവിടെ സൗഖ്യമാക്കണം, ഇവരെ സൗഖ്യമാക്കണം, ഇവിടെ വ്യാപരിക്കുന്ന രോഗാത്മ മണ്ഡലം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്നൊന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക്? കർത്താവിന്റെ രക്തത്തിന്റെ വിലയുണ്ടല്ലോ, അത് ഭൂമിയെ ഭൂതലത്തെ കിട്ടുകിട്ട വിറപ്പിക്കുന്നതാ. മനസ്സിലായില്ല ഇല്ലേ? സ്വന്തം 3 കാരിരുമ്പാടുകളാൽ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാക രക്തം അന്ന് വരെ യെരൂശലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്റെ ആലയത്തിന് തിരശ്ശീലെ 2ആയി കീറാൻ കഴിഞ്ഞെങ്കിൽ, ആലയത്തെ കുലുക്കി മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ, ദേശത്തെ മുതൽ കിടുകിട വിറപ്പിക്കാൻ കഴിഞ്ഞു. ആ രക്തത്തിന്റെ വിലയാകും നീ ഞാനും. ആ നീ പറഞ്ഞാലുണ്ടല്ലോ, ഏത് പിശാചും പരാജയപ്പെടും, ഏത് ശത്രുവും തകർന്നു വീഴും, ഏത് ബന്ധനങ്ങൾ വഴിയും. അതിന് നിന്റെ ഹൃദയത്തിനടുത്ത് പൂർണ്ണമായി കർത്താവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവശബ്ദമാണെന്ന് പറഞ്ഞ് ദൈവാത്മാവിനെ കൽപ്പിച്ചു തുടങ്ങും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പറയും? ഞാൻ പുഴുവാ, ഞാൻ കൃമിയാ, പിന്നെ എന്തൊക്കെയാ, ഞാൻ പൊടിയാ. സ്വത്രം. അതുകൊണ്ടാണ് നീ പൊടിഞ്ഞു തന്നെ പോകുന്നത്. സ്വത്രം. പക്ഷെ ഒരു ദൈവത്തിന്റെ വൈദ്യുതി പുഴു കൃമിയോ ഒന്നും അല്ല കേട്ടോ. ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കിടുകിട വറപ്പിക്കാൻ കഴിയുന്ന, നിന്റെ വാക്കിന് മുന്നിൽ പ്രപഞ്ചത്തെയും പ്രകൃതിയും പിടിച്ചു നിർത്താൻ കഴിയുന്ന അഭിഷേകമാണ് നിന്റെ മേലുള്ളത്. അതുകൊണ്ട് നീ ലോകത്തപ്പിയായി കാണിക്കുന്നുണ്ട്, നിരാശപ്പെട്ട് പുറകോട്ട് നോക്കാതെ മാറിവില്ലാന്ന് പറഞ്ഞാൽ അവൻ മാറും നിന്റെ മുമ്പിൽ നിന്ന്. നീ ജയിച്ച് പുറത്തു വരും. സ്വത്രം. ഓക്കെ, വായിക്കാം. ദൈവത്തോടു കൂടെ നിന്നവൻ സ്വത്രം പറയുക. സ്വത്രം വായിച്ചേ 2 ശമൂവേലിന്റെ പുസ്തകം 7:19 നിർത്താം. ഗോലിയാത്തിന്റെ തല തകർത്തവൻ, സ്വത്രം. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ, ദൈവത്തോട് കൂടെ നിന്നവൻ, പേടിച്ചകത്ത് കയറിയിരുന്ന് സ്വത്രം ഇനി ഒരിക്കലും ജയമില്ലെന്ന് പറഞ്ഞവൻ, ദാവീദ് കൊണ്ടുവന്ന ഗോലിയാത്തിന്റെ തല കണ്ടിട്ട്, ഓ ഇവനോട് കൂടെ ദൈവം ഉണ്ടായിട്ടാണ് ഈ ശത്രുവിനെ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോ കുറെ പെങ്കൊച്ചുങ്ങൾക്ക് ഇരിപ്പുറച്ചില്ല. അവളുമാര് ചാടിയിരുന്ന ഒറ്റ പാട്ടങ്ങ് പാടി. പാട്ട് പാടിയപ്പം അകത്തളത്തിരുന്ന് പേടിച്ചിരുന്നവന്റെ അകത്ത് വ്യായി കയറി. നിന്നെയും കാണുമ്പോ വ്യായി കയറും. നിന്നെയും കാണുമ്പോൾ വ്യായി കയറും. കാരണം നിന്നെ കൊണ്ട് പറ്റാത്തത് അവര് ചെയ്യുന്നല്ലോ ഓർക്കുമ്പോ. സ്വത്രം. നിന്നെ കൊണ്ട് കഴിയാത്തത് അവൻ ചെയ്യുന്നല്ലോ ഓർക്കുമ്പോ, അവർക്ക് ഉയരാൻ കഴിയാത്ത തലത്തിൽ നീ ഉയരുന്നത് കാണുമ്പോൾ, സ്വത്രം. അവരെല്ലാം രോഗികളായി തെക്കും വടക്കും കിഴക്കും പടരും ഹോസ്പിറ്റലിൽ നടക്കുമ്പോ നീ അഭിമാനത്തോടെ നിൽക്കുന്ന കാണുമ്പോ വ്യായി കയറും പലർക്കും. സ്വത്രം. അങ്ങനെ വ്യായി കയറി ആരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ അവരെല്ലാം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. ഒരല്ലേ പറഞ്ഞു, നിനക്കെതിരെ വരുന്ന ഒരായുധം ഭരിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, നിന്റെ സന്തതിക്കെതിരെ ആരൊക്കെ വാട കോരിയാലും, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും, നിന്റെ കുഞ്ഞിന്റെ ഭാവി വഴിക്ക് വെച്ച് ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചാലും, നിന്റെ ശരീരാത്മതകളെ രോഗം കൊണ്ടിട്ട് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, കുഞ്ഞെ നിന്നോട് കൂടെയുള്ളവൻ സകലത്തിനും മതിയായവനാ, സർവത്തിനും മതിയായവനാ. നിന്നെ കാത്തു പരിപാലിപ്പാൻ, നിന്നെ സൗഖ്യത്തോടെ നടത്തുവാൻ, അന്ത്യത്തോളം കാര്യം പിടിച്ചോളാൻ മതിയായവനാ. ആ കർത്താവ് നിന്റെ കൂടെ ഉള്ളത്തോളം കാലം നിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. നിന്നെ നിന്ദിക്കുന്നതിന്റെ മുമ്പിൽ തല ഉലിക്കും, നിന്റെ തല ഉയർന്നിരിക്കും. വായിച്ചോ 2 ശമൂവേലിന്റെ പുസ്തകം 7:19. സ്വത്രം. ദൈവത്തിന് വേണ്ടി നിന്ന
സ്വത്രം. ദാവീദ് പറയുക, സ്വത്രം, പേടിച്ചറക്കകത്ത് കയറി കഥകടച്ച ശൗലല്ല പറയുന്നത്. സ്വത്രം, ദൈവത്തിന് വേണ്ടി നിന്ന, ദൈവത്തെ ഉയർത്തിയ, ദൈവമക്കൾക്ക് രക്ഷയൊരുക്കിയ ദാവീദ് പറയുകയാണ്, കർത്താവേ, ഇത് പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഹൃദയത്തെക്കുറിച്ചും അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും. സ്വത്രം. ഓക്കെ, ദൈവത്തിന് വേണ്ടി നിന്നവൻ ലോകത്തോട് പറയുക, ലോകക്കാരുടെ മുമ്പിൽ നിന്നോട് പറയുക, സ്വത്രം, ദൈവം എന്നെ ഓർത്തു, എന്റെ തലമുറയെ ഓർത്തു, വരുവാനുള്ള ഗ്രഹത്തെ ഓർത്തു. സ്വത്രം. ഞാൻ എന്തുള്ളു ദൈവമേ, ഞാൻ എന്തുള്ളു ദൈവമേ, നീയല്ലേ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വത്രം. ഇവിടത്തോളം നിന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് മനസ്സായെങ്കിൽ ഒരു വാക്യം കൂടി വായിക്കാം. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം 28 മുതൽ. സ്വത്രം. യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായം 28 മുതൽ. നിനക്കറിഞ്ഞൂടെ ദൈവത്തിന്റെ പ്രവൃത്തി. സ്വത്രം. അല്ലെങ്കിൽ പറ, നിനക്കറിയാമോ ദൈവത്തിന്റെ പ്രവൃത്തി? അറിയാമെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നീ കേട്ടിട്ടുണ്ടോ ദൈവം ആരാണെന്നുള്ള കാര്യം? കേട്ടിട്ടുണ്ട്, പക്ഷെ എപ്പോഴും ഓർമ്മയില്ല. കേട്ടത് എന്താണെന്ന്. സ്വത്രം. എന്റെ ദൈവത്തിന് മാറ്റമില്ല കേട്ടോ. ഇവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്ന ദൈവമല്ല. സ്വത്രം. അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. അവൻ നിത്യ ദൈവമാ. സ്വത്രം. അവൻ ഒരു ദേശത്തിന്റെ മാത്രം ദൈവമല്ല, യൂണിവേഴ്സലിന്റെ മൊത്തം, അഖിലാണ്ടത്തിന്റെ മൊത്തത്തുള്ള ദൈവമാണ്. നമ്മൾ കേട്ടിട്ടില്ല, ഇന്നടുത്ത ദൈവം, ഇന്നടുത്ത ദൈവം, ഇന്നടുത്ത ദൈവം, ഇന്നടുത്ത ദൈവം. ഓരോ ദൈവങ്ങൾക്കും ഓരോ സ്ഥലത്തെ പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ? സ്വത്രം. നമ്മുടെ ദൈവമോ ഏക സത്യ ദൈവമാണ്. സ്വത്രം. ഭൂമി അവന്റെ പാദപീഠം, സ്വർഗം അവന്റെ സിംഹാസനം. ഈ ലോകത്തിലെ ദൈവങ്ങള് ഓരോ സ്ഥലത്ത് മാത്രം. നമ്മൾ കൊച്ചി, തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന പോലെ, ഇടക്കൊച്ചി, മധ്യ കൊച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പണ്ടത്തെ രാജാക്കന്മാർ ഭരിച്ചിരുന്നില്ലേ? അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ ദൈവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ദൈവമോ ഏകദൈവം, സത്യദൈവം. അവൻ ആരാധനയ്ക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ. അവൻ അഖിലാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ. സ്വത്രം. അങ്ങനെയെങ്കിൽ വായിച്ചോ. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാ ദൈവം. അല്ല, മഴ എടുത്തെറിഞ്ഞപ്പോ വന്നതല്ല. സ്വത്രം. അല്ലേ പറഞ്ഞോ? സ്വത്രം. ഭൂമിയുടെ അറുതികളെ, ആരംഭത്തെ അവസാനത്തെ സൃഷ്ടിച്ചവനാണ്. സ്വത്രം. ആരും ക്ഷീണിക്കുന്നില്ല. സ്വത്രം. പകല് മുഴുവനും ഇരുന്ന് അനുഗ്രഹിച്ചതാ. അങ്ങോട്ട് ഇച്ചിരി നേരം ഒന്ന് മയങ്ങിക്കോട്ടെ, ശല്യം ചെയ്യല്ലേ. സ്വത്രം. സ്വത്രം. എന്താ വായിച്ചത്? അവന് ക്ഷീണമില്ലെന്ന്. ഒരല്ലേ പറയൂ. മനസ്സിലായി ഒരു അല്ലേ പറ. എന്റെ ദൈവം ക്ഷീണിക്കുന്നവനല്ല. നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഏതു നേരത്തും നിന്നെ അനുഗ്രഹിക്കാൻ ഒരുക്കമാ. രാവുന്നില്ല, പകലുന്നില്ല, ഏതു നേരത്തും. എന്തുകൊണ്ടാണെന്നറിയാമോ? പിശാച് നിന്നെ തകർക്കും. അതുകൊണ്ട് ആ പിശാച് തകർക്കാതിരിക്കാൻ ഏതു നേരത്തും നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നവനാണ്. തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. സ്തോത്രം. എന്താ പറയുന്നത്? എന്റെ ദൈവം എന്തോ ചെയ്യുന്നു? ശക്തി നൽകുന്നു. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. സ്തോത്രം. ബലമില്ലാത്തവരോട് 2 ടാബ്ലറ്റ്സ് ഗുളിക തിന്ന ബലം വരുമെന്നല്ല പറയുന്നത്. അവന് സ്വർഗത്തിൽ നിന്ന് അവന് ശക്തി പകരുക. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും. സ്വത്രം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാരും ഇടറി വീഴും. സ്തോത്രം. യൗവനക്കാരെല്ലാം ഇപ്പൊ ഇടറി കിടക്കുക. അത്ര ഒരുത്തന് നൂന്ന് നിൽക്കാൻ വയ്യ. എടാ കുഞ്ഞു, നൂന്നൊന്നും നില, എന്റെ മുഖം ഒന്ന് കാണട്ടടാ. അപ്പോഴാണ് യവനിച്ചിരി ഞങ്ങളും കൂടുതല. യവനിച്ചിരി ഞങ്ങളും കൂടുതൽ. അവർക്ക് നിപ്പ് കണ്ടില്ലയോ? നിൽക്കും.
കാരണം എന്നെ നിർത്തിയത് ദൈവമാണ്, ആമേൻ. നിങ്ങളെ നിർത്തിയ ദൈവമാണ്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവോ? സ്വത്രം വ്യക്തമായി പറയാം. വചനം പറയുന്ന പ്രകാരം നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണ്. അതുകൊണ്ട് നിന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പറയണം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സ്വന്തം അടുത്ത വാക്കുകൾ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്വത്രം ദൈവത്തെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ, ദൈവത്തിന്റെ വചനമനുസരിക്കുന്നവർ, വചനം ചുമക്കുന്നവർ, സ്വത്രം ഇതിൽ എഴുതിയിരിക്കുന്നു പ്രമാണിക്കുന്നവർ ശക്തിയുള്ളവരായിരിക്കും. അവർ കഴുകന്മാരെ പോലെ. സ്വത്രം ഇവിടെ പ്രാവുണ്ട്, കുരുവിയുണ്ട്. സ്വത്രം എന്തിനു പറഞ്ഞു? കൊക്കുണ്ട്, കൊളക്കോഴിയുണ്ട്. പക്ഷേ എന്തിനാ തിരുവഴുത്തിനകത്ത് കഴുകന്റെ ശക്തി എന്ന് പറയുന്നത്? സ്വത്രം കഴുകനെ നമ്മളൊന്ന് പഠിക്കണം. തന്നേക്കാൾ വലിപ്പമുള്ള മൃഗങ്ങളെ കൊത്തിയെടുത്തുകൊണ്ട് വാനവരവിലേക്ക് പറന്നുയരാൻ ശക്തിയും കഴിവുള്ളവനാ കഴുകൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ആരെല്ലാം താഴോട്ട് പിടിച്ച് താത്തി ഭൂമിയിൽ വെച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞാലും സ്വർഗം അവന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ ഉയരങ്ങളിലേക്ക് പോകും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമാകും. നിന്റെ തല ദേശത്ത് ദൈവം ഉയർത്തും, നിന്റെ കുഞ്ഞുങ്ങൾ മാനിക്കപ്പെട്ടവരായി മാറ്റപ്പെടും. അതിനെ പറയുന്നു കഴുകുന്നവരെ പോലെ ചിറകടിച്ചുയരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ശക്തി സർവശക്തൻ നിങ്ങളുടെ മേൽ പകർന്നതുകൊണ്ട് നിരാശപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്ക്. കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്കൊരു അതിമഹത്തായ പ്രതിഫലവും പരിചയമാകുന്നു. വ്യക്തമായി പറയട്ടെ, ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. സ്വത്രം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. സ്വത്രം പ്രൈസ് ദി ലോർഡ്. നിനക്ക് നന്മ വരും.